KPCC എക്സിക്യൂട്ടീവ് യോഗസ്ഥലത്തേക്ക് നീലനിറത്തിലുള്ള മാരുതി ഒമ്നി വാൻ എത്തിയതോടെയാണ് സംഘർഷം തുടങ്ങിയത്. യോഗം നടന്ന സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയത്തിന്റെ ഗേറ്റിന് മുൻവശം നിരവധി വാഹനങ്ങളിൽ യോഗം തുടങ്ങുന്നതിന് വളരെ മുൻപേ തന്നെ അനേകം ആളുകൾ നിലയുറപ്പിച്ചിരുന്നു. ഓമ്നി വാൻ ഗേറ്റ് കടന്നു വരുമ്പോൾ ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് 50ഓളം വരുന്ന സംഘം വാഹനത്തിനു പിന്നാലെ ഓടി വരുന്നതാണ് കണ്ടത്. അപ്പോൾ യോഗസ്ഥലത്തിന് മുൻപിൽ നിന്ന് ചിലർ വാഹനത്തിന് മുന്നിലേക്ക് ഓടിയെടുത്ത് തടഞ്ഞിടുകയായിരുന്നു. നിമിഷനേരം കൊണ്ട് വാഹനത്തിന്റെ വശങ്ങളിലെ വാതിൽ തുറന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഉടുതുണി വലിച്ചു കീറിയ അക്രമികൾ അദ്ദേഹത്തെ വലിച്ചിറക്കാൻ ശ്രമിച്ചു. അതേസമയം തന്നെ കല്ലുകളും കമ്പികളും കൊണ്ട് മാരുതി ഓമ്നി വാൻ അടിച്ചു തകർത്തു. ഇതിനിടയിൽ വാഹനത്തിന്റെ മുന്നിലിരുന്ന ശരത്തിന്റെ അനുയായിക്കും ഡ്രൈവർക്കും മർദ്ദനമേറ്റു. ഈ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ച ദൃശ്യമാധ്യമ പ്രവർത്തകരെയും പത്രഫോട്ടോഗ്രാഫർമാരെയും അക്രമികൾ മർദ്ദിച്ച ശേഷം കുറച്ചുപേർ യോഗം നടക്കുന്ന ഹാളിലേക്ക് ഓടിക്കയറി. ഇതിനിടയിൽ അക്രമം നടത്തിയവരെ തടയാനെത്തിയ KPCC ആക്ടിംഗ് പ്രസിഡന്റ് PP തങ്കച്ചന് മർദ്ദനമേറ്റു. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട തങ്കച്ചനെ സംഘർഷ സ്ഥലത്ത് നിന്ന് പ്രവർത്തകർ മാറ്റി. അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി N വേണുഗോപാലിനോട് തട്ടിക്കയറുന്നത് കാണാമായിരുന്നു. നിമിഷനേരം കൊണ്ട് പ്രിയദർശിനി ഹാളിന് മുന്നിൽ പോലീസ് അണിനിരന്നെങ്കിലും ഹാളിന് മുന്നിലും ഉന്തും തള്ളും മിനിറ്റുകളോളം തുടർന്നു. KPCC പ്രസിഡന്റ് യോഗത്തിന് എത്താത്തതിനെ തുടർന്ന് യോഗം മാറ്റിവെച്ച് നേതാക്കൾ പിരിഞ്ഞു തുടങ്ങി. ഉമ്മൻചാണ്ടി, PC ചാക്കോ, മന്ത്രി K സുധാകരൻ തുടങ്ങിയവർ വാഹനത്തിൽ ഇരിക്കുകയായിരുന്ന ഉണ്ണിത്താനെയും ശരത്തിനെയും കാണാനെത്തി. എന്നാൽ മുഖ്യമന്ത്രി AK ആന്റണി പ്രതികരിക്കാതെ ഔദ്യോഗിക വാഹനത്തിൽ അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് പോയി. തുടർന്ന് K മുരളീധരൻ പ്രവർത്തകരുടെ അകമ്പടിയോടെ നിമിഷനേരത്തിനുള്ളിൽ സ്ഥലം വിട്ടു. 4 മണിയോടെ രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരചന്ദ്ര പ്രസാദിനെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അക്ഷരാർത്ഥത്തിൽ യോഗം നടന്ന സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം പരിസരം അരമണിക്കൂറോളം സംഘർഷഭരിതമായിരുന്നു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.